റിയൽമി പാഡ് 2 ലൈറ്റ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി പാഡ് 2 ലൈറ്റ് എന്നുള്ള ടാബിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10.95 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ LCD ഡിസ്പ്ലേ എന്നുള്ളത് ഓക്കെയാണ്. റെസൊല്യൂഷൻ വരുന്നത് 1920x1200 ആണ്. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽമി പാഡ് 2ന്റെ ഒരു ലൈറ്റ് വെർഷൻ ആണ് ഈ ഒരു ടാബ്ലറ്റ്. അപ്പം റിയൽമി പാഡ് 2 എന്നൊരു ടാബ്ലറ്റ് നമുക്ക് 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഫ്ലിപ്കാർട്ടിൽ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടാബിന്റെ വില വരുന്നത് 15,000 രൂപ പ്രൈസ് റേഞ്ചിലും. ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം റിയൽമി പാഡ് 2ന്റെ വില കുറച്ച് അവർ കൂട്ടിയേക്കാം. എന്തായാലും റിയൽമി പാഡ് 2ൽ ഇപ്പം നമുക്ക് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഒരു പ്രൈസ് റേഞ്ചിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഓക്കെയാണ്. പക്ഷേ റിയൽമി പാഡ് 2 നമുക്ക് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കിട്ടുമ്പോൾ അതിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം റിയൽമി പാഡ് 2ന്റെ വിലയും കൂടി നിങ്ങൾ ഈ ഒരു ടാബ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ടാബിൽ ഏകദേശം 83.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. 10-bit ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 450 നിറ്റ്സ് ആണ്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പക്ഷേ ടാബ് എടുക്കുന്നതിന് മുമ്പ് റിയൽമി പാഡ് 2നെ പറ്റിയും കൂടി ഒന്ന് നോക്കുക. പിന്നെ ടാബിന്റെ വെയിറ്റ് വരുന്നത് 525 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.32 mm ആണ്. പിന്നെ ഈ ഒരു ടാബിന്റെ നെബുല പർപ്പിൾ, സ്പേസ് ഗ്രേ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G99 എന്ന പ്രോസസർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം റിയൽമി പാഡ് 2ലും ഇതേ സെയിം പ്രോസസർ തന്നെയാണ് വരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ്. തരക്കേടില്ലാത്തൊരു പ്രോസസർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നൊക്കെ പറയാം. പിന്നെ ഈ ഒരു ടാബിൽ 4GB റാമും 128GB ഇന്റേണലാണ് വരുന്നത്. 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. റിയാലിറ്റി ഓഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസായിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 8 മെഗാപിക്സലിന്റെ f2.0 പേഴ്സിൽ വരുന്ന ഒരു സെൻസറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിന്റെ f2.2 പേഴ്സിൽ വരുന്ന ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി പാഡ് 2ലും ഇതേ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ്. കാരണം ടാബ് എന്നുള്ളത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. അപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ മതി. അപ്പോൾ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്, അത്ര മികച്ചതല്ലെങ്കിലും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 8300 mAh ബാറ്ററിയാണ് ഈ ടാബിൽ വരുന്നത്. അത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിംഗ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിന്. അറ്റ്ലീസ്റ്റ് ഒരു 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടെങ്കിലും അവർക്ക് ആക്കായിരുന്നു. ഒരു Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി പാഡ് 2ൽ നമുക്ക് 8360 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അപ്പം ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ആ ഒരു ടാബിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ഇതിലാണ് പറയുന്നത്. ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ അവർ വില കൂട്ടിയേക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ടാബ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് റിയൽമി പാഡ് 2 കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതിന്റെ വിലയും കൂടി നോക്കിയിട്ട് മാത്രം എടുക്കുക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4GB റാം വെർഷന്റെ വില വരുന്നത് 14,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷന്റെ വില വരുന്നത് 16,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തരക്കേടില്ലാത്ത പ്രോസസ്സറും തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും പിന്നെ ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ടാബ്ലറ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ആവറേജ് ആയിട്ടുള്ള ഒരു ടാബ് എന്ന് പറയാവുന്നതാണ്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ റിയൽമി പാഡ് 2 അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അതെടുക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആ ഒരു ടാബ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ. എന്തായാലും പ്രൈസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ടാബ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് റിയൽമി പാഡ് 2 ലൈറ്റ് എന്ന ടാബിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.